വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ്. ദിസ് ഇസ് മീ അഭിരാമി. മക്കളെ, നിങ്ങളുടെ സ്വന്തം അഭിമിസ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗെറ്റിംഗ് ടു നോ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നമുക്കറിയാം, പ്ലാന്റ്സിനെ പറ്റിയിട്ട് പറഞ്ഞാൽ പ്ലാന്റ്സ് ആണോ ആനിമൽസ് ആണോ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ? ചിലപ്പോൾ നിങ്ങൾ പറയും ആനിമൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനുഷ്യന്മാരും മൃഗങ്ങളും എല്ലാവരും ഇൻസെക്ട്സും എല്ലാ മൃഗങ്ങളും കൂടെ ചേർത്തിട്ടുള്ള പോപ്പുലേഷനാണ് ആനിമൽസ്. അപ്പോൾ ഈ ആനിമൽസിൻ്റെ പോപ്പുലേഷനാണോ പ്ലാന്റ്സിൻ്റെ പോപ്പുലേഷനാണോ നമ്മുടെ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ളത്? ചിലർക്ക് ഇത് ആ കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? എന്തുകൊണ്ടാണ് പ്ലാന്റ്സ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്കറിയാം, ഏകദേശം 8.2 ബില്യൺ ആണ് നമ്മുടെ വേൾഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അല്ല, 8.2 ബില്യൺ മനുഷ്യർ തന്നെ ഈ ഭൂമിയിലുണ്ട്. അത് കൂടാണ്ട് ബാക്കിയുള്ള ആനിമൽസും ഈ ഭൂമിയിലുണ്ട്. അപ്പോൾ ഇവരുടെ പോപ്പുലേഷൻ ഈ ഭൂമിയിൽ എന്ന് പറയുന്നത് പ്ലാന്റ്സിനെക്കാട്ടിൽ കൂടുതലാണോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മക്കളെ, ഏകദേശം 81% ബയോമാസ് എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആണ്. ഭൂമിയിൽ 81% പ്ലാന്റ്സ് ആണ്. ബാക്കി ശതമാനമേ ഉള്ളൂ നമ്മൾ ഉൾപ്പെടുന്ന 8.2 ബില്യണും ബാക്കിയുള്ള എല്ലാ ആനിമൽസും ചേർത്ത് വെച്ചാൽ. ഇപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് പ്ലാന്റ്സ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യന് ആൻസർ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? കാരണം ഭൂമിയിൽ 81% എന്താണ്? പ്ലാന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ പ്ലാന്റ്സിനെ കൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് ഗുണങ്ങളുള്ളത്? നമുക്കറിയാം, നമുക്ക് ഭക്ഷണം അല്ലെ, പ്രൊവൈഡ് ഫുഡ്, നമുക്ക് ഭക്ഷണം നൽകുന്നത് ആരാണ്? പ്ലാന്റ്സ് ആണ്. നമുക്ക് തനിയെ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല അല്ലേ? നമുക്കിതാ ഭക്ഷണം കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ നമുക്ക് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. പ്ലാന്റ്സ് ഓട്ടോട്രോപ്സ് ആണ്. ഓട്ടോ എന്ന് പറഞ്ഞാൽ സെൽഫ് എന്നാണ് അല്ലേ? ഓട്ടോട്രോപ്സ്. ഓക്കെ, ഓട്ടോട്രോപ്സ് ആണ് പ്ലാന്റ്സ്. ഓട്ടോ എന്ന് പറഞ്ഞാൽ എന്താ? സെൽഫ് എന്നാണ്. ട്രോഫോസ് എന്ന് പറഞ്ഞാൽ എന്താ? നറിഷ്മെന്റ് എന്നാണ്. അപ്പൊ തനിയെ നറിഷ്മെന്റ് അല്ലെങ്കിൽ തനിയെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ആര്? പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ആനിമൽസോ നമ്മൾ എന്താണ്? ഹെറ്ററോട്രോപ്സ് ആണ് അല്ലേടാ. ഹെറ്ററോട്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഹെറ്ററോ എന്ന് പറഞ്ഞാൽ അതേഴ്സ്, ട്രോഫോസ് എന്ന് പറഞ്ഞാൽ നറിഷ്മെന്റ് അല്ലേ? അപ്പോൾ നറിഷ്മെന്റിന് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ ഹെറ്ററോട്രോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലാന്റ്സ് മാത്രമേ ഓട്ടോട്രോപ്സ് ആയിട്ടുള്ളൂ, തനിയെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? പ്ലാന്റ്സ് ആണ്. നമ്മൾ ശ്വസിക്കുന്ന ജീവവായു അല്ലേ, ഓക്സിജൻ എവിടെ നിന്നാണ്? ഫോട്ടോസിന്തസിസിന്റെ ഭാഗമായിട്ടാണ്, ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് ഓക്സിജൻ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ഓക്സിജൻ, നമുക്ക് ഭക്ഷണവും ജീവവായുവും ഒക്കെ തരുന്ന ആരാണ്? ഈ പ്ലാന്റ്സ് ആണ് അല്ലേ? മാത്രമല്ല, പ്രൊവൈഡ് ഷെൽട്ടർ ടു മെനി ഓർഗാനിസംസ് ഇൻക്ലൂഡിങ് ഇൻസെക്ട്സ് അല്ലേ? കുറേ ജീവജാലങ്ങൾക്ക്, ബേർഡ്സ് ആയിക്കോട്ടെ ഇൻസെക്ട്സ് ആയിക്കോട്ടെ, ഇവർക്കൊക്കെ ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യുന്നത് ഏതാണ്? ഈ മരങ്ങളിലാണ് അല്ലേ? ക്ലൈമറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത് എന്താണ്? ഈ മരങ്ങളാണ്. അപ്പോൾ ഈ പ്ലാന്റ്സ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ് എന്നൊരു ചോദ്യത്തിന് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. സോ ഒരു ടിപ്പിക്കൽ പ്ലാന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് ഏതൊക്കെ പാർട്സ് ഉണ്ട്? നമുക്കറിയാം, പ്ലാന്റ്സിന് റൂട്ടുണ്ട്, സ്റ്റെമ്മുണ്ട്, ഫ്രൂട്ടുണ്ട്, ലീഫുണ്ട്, ഫ്ലവർ ഉണ്ട് അല്ലേ? അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഈ ഒരു റൂട്ടിൻ്റെ മുകളിലേക്കുള്ള ഈ ഒരു ഭാഗത്തിനെ നമുക്ക് എന്ത് വിളിക്കാം? ഷൂട്ട് സിസ്റ്റം എന്ന് വിളിക്കാം. ഓക്കെ, ഇതിനെ നമുക്ക് ഷൂട്ട് സിസ്റ്റം എന്ന് വിളിക്കാം. ഈ ഒരു ഭാഗത്തിനെ നമുക്ക് എന്ത് വിളിക്കാടാ? റൂട്ട് സിസ്റ്റം എന്ന് വിളിക്കാം. അപ്പോൾ പ്ലാന്റ്സിന്, ഈ ഒരു പ്ലാന്റിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റൂട്ട് സിസ്റ്റവും ഉണ്ട്, ഷൂട്ട് സിസ്റ്റവും ഉണ്ട്. ഈ ഷൂട്ട് സിസ്റ്റത്തിലാണ് നമ്മുടെ സ്റ്റെമ്മും ഫ്രൂട്ടും ലീഫും ഫ്ലവറും ഒക്കെ വരുന്നത്. റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതിന് താഴേക്കുള്ളത് അല്ലെ, മണ്ണിനടിയിലേക്കുള്ള ഈ ഒരു റൂട്ട് ഉൾപ്പെടുന്ന ഈ ഒരു ഭാഗമാണ്. അപ്പോൾ ഒരു ടിപ്പിക്കൽ പ്ലാന്റിന് ഏതൊക്കെ പാർട്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനിയിപ്പോൾ റൂട്ട്സ് എല്ലാ പ്ലാന്റിലും ഒരുപോലെയാണോ? അല്ലേ? നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത്. റൂട്ട് 2 തരത്തിലാണ് മക്കളെ ഉള്ളത്. റൂട്ട് എന്തൊക്കെയാണ്? നമുക്ക് റൂട്ട് കൊണ്ടുള്ള ഗുണങ്ങൾ, പ്രൊവൈഡ് ആൻകറേജ് അല്ലേ? പ്ലാന്റ്സിനെ അതേപോലെ അവിടെ തന്നെ നിർത്തുന്നത് ആരാണ്? ഈ റൂട്ട്സ് ആണ്. ആൻകറേജ് നൽകുന്ന റൂട്ട്സ് ആണ്. മാത്രമാണോ? അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്, സോയിലിൽ നിന്ന് വാട്ടറും മിനറൽസും അബ്സോർബ് ചെയ്യുന്നത് ആരാണ്? ഈ റൂട്ട്സ് ആണ്. അപ്പോൾ മിസ് പറഞ്ഞു, ഈ റൂട്ട്സ് പ്രധാനമായിട്ട് 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. അതായത് നമുക്കറിയാം, ഓക്കെ, ഒരു സീഡിൽ നിന്ന് ആദ്യം റാഡിക്കിൾ പുറത്തേക്ക് വരും അല്ലേ? ഇതിനെയാണ് നമ്മൾ റാഡിക്കിൾ എന്ന് പറയുന്നത്. പിന്നെ പ്ലിമ്യൂൾ പുറത്തേക്ക് വരും. ഓക്കെ, പ്ലിമ്യൂൾ. ഈ റാഡിക്കിൾ എന്തായിട്ട് മാറുവാടാ? റാഡിക്കിളാണ് റൂട്ടായിട്ട് മാറുന്നത്, പ്ലിമ്യൂളാണ് സ്റ്റെമ്മായിട്ട് മാറുന്നത്. ഓക്കെ, റാഡിക്കിൾ റൂട്ടായിട്ട് മാറും, പ്ലിമ്യൂൾ സ്റ്റെമ്മായിട്ട് മാറും. സോ ഈ മെയിൻ റാഡിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഇത് ഡെവലപ്പ് ചെയ്ത് എന്തായിട്ട് മാറും? ഒരു മെയിൻ റൂട്ടായിട്ട് മാറും. ഈ റൂട്ടിനെ നമുക്ക് ടാപ്പ് റൂട്ട് എന്ന് വിളിക്കാം. ഓക്കെ, മെയിൻ റൂട്ടായിട്ട് മാറും. അതിൽ നിന്ന് ബ്രാഞ്ചസ് ഉണ്ടാവും, ലാറ്ററൽ, സെക്കൻഡറി ബ്രാഞ്ച്,
റൂട്ട്സ് ഉണ്ടാവും, ടെറിഷറി റൂട്ട്സ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഒരു ടാപ്പ് റൂട്ടും അതിൽ നിന്ന് ഒരു വലിയ ടാപ്പ് റൂട്ടും അതിൽ നിന്ന് ഇതേപോലെയുള്ള ബ്രാഞ്ചസ് അല്ലെ, സെക്കൻഡറി റൂട്ടും ടെറിഷറി റൂട്ടും ഉണ്ടാകുന്ന ഈ ഒരു സിസ്റ്റത്തിനെ നമുക്ക് എന്ത് വിളിക്കാം? ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് വിളിക്കാം. ഇനി വേറെ ചില ആൾക്കാരുണ്ട്. ഓക്കെ, സ്റ്റെമ്മിൽ നിന്ന് ഇതാണ് സ്റ്റെം എന്നുണ്ടെങ്കിൽ സ്റ്റെമ്മിൻ്റെ ഈ ഒരു പോർഷനിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് റൂട്ട് വരും. കണ്ടോ, ഇത് പ്രധാനമായിട്ട് ഒരു വലിയ റൂട്ട്, അതിൽ നിന്ന് ചെറിയ റൂട്ടുകളൊന്നുമില്ല, എല്ലാം സിമിലർ ആയിട്ടുള്ള ഫൈബ്രസ് ആയിട്ടുള്ള റൂട്ട്സ് ആയിരിക്കും. അപ്പോൾ ഇവരെ നമുക്ക് എന്ത് വിളിക്കാം? ഫൈബ്രസ് റൂട്ട്സ് എന്ന് വിളിക്കാം. അപ്പോൾ റൂട്ട്സ് രണ്ട് തരത്തിലുണ്ട്, ടാപ്പ് റൂട്ടും ഉണ്ട്, ഫൈബ്രസ് റൂട്ടും ഉണ്ട്. അതായത് ഒരേപോലെയുള്ള ഈക്വൽ ആയിട്ടുള്ള ഒരേപോലെയുള്ള സിമിലർ ആയിട്ടുള്ള നാര് പോലെയുള്ള റൂട്ട്സ് ആണെന്നുണ്ടെങ്കിൽ, ഫൈബർ പോലെയുള്ള റൂട്ട്സ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫൈബ്രസ് റൂട്ട്സ് എന്ന് വിളിക്കാം. ഇനി ഒരു പ്രധാന പേരും അതിൽ നിന്ന് സെക്കൻഡറി റൂട്ട്സും ടെറിഷറി റൂട്ട്സും ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ടാപ്പ് റൂട്ട് എന്ന് വിളിക്കാം. അപ്പോൾ റൂട്ട് സിസ്റ്റം പ്രധാനമായിട്ട് രണ്ടാണുള്ളത്, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആൻഡ് ടാപ്പ് റൂട്ട് സിസ്റ്റം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, മെയിൻ ആയിട്ട് ഒരു വലിയ റൂട്ട് ടാപ്പ് റൂട്ട്, അതിൽ നിന്ന് സെക്കൻഡറി റൂട്ടും ടെറിഷറി റൂട്ട്സും വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് വിളിക്കാം. ഓക്കെ, ദിസ് വൺ ഈസ് ടാപ്പ് റൂട്ട്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കേ, ഒരേപോലെയുള്ളതാണ് അല്ലേ, ഒന്ന് വലുത് ഒന്ന് ചെറുതൊന്നുമില്ല, എല്ലാം ഒരേപോലെയുള്ള ഫൈബ്രസ് ആയിട്ടുള്ള റൂട്ട്സ് ആണ്. ഇതിനെ നമുക്ക് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് വിളിക്കാം. ഓക്കെ, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് വിളിക്കാം. അപ്പോൾ റൂട്ട്സിൽ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ടാപ്പ് റൂട്ട് സിസ്റ്റം ഉണ്ട്, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഉണ്ട്. കണ്ടോ, ഈ ഒരു പിക്ചറിൽ കണ്ടോ, വലിയൊരു റൂട്ട്, അതിൽ നിന്ന് ചെറിയ റൂട്ട്സ്, ടാപ്പ് റൂട്ട് സിസ്റ്റം. ഇതുപോലെ ഫൈബ്രസ് റൂട്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പയറ് ചെടിയിലൊക്കെ ഇതുപോലെയുള്ള ടാപ്പ് റൂട്ട്സ് ആയിരിക്കും. ഇനി നമ്മൾ കോക്കനട്ട് ഒക്കെ കണ്ടിട്ടില്ലേ, നമ്മുടെ തെങ്ങൊക്കെ കണ്ടിട്ടില്ലേ, അതിൽ ഫൈബ്രസ് റൂട്ട്സ് ആയിരിക്കും. സോ ഫൈബ്രസ് റൂട്ട് എന്ന് പറഞ്ഞാൽ മെയിൻ റൂട്ടിൽ, ഫൈബ്രസ് റൂട്ട് അല്ല, നമ്മുടെ ടാപ്പ് റൂട്ട് ആണ് കേട്ടോ. ഓക്കെ, ടാപ്പ് റൂട്ട് സിസ്റ്റത്തിൽ മെയിൻ റൂട്ടിനെ നമ്മൾ ടാപ്പ് റൂട്ട് എന്ന് വിളിക്കും. അതിൽ നിന്ന് ചെറിയ ലാറ്ററൽ ആയിട്ടുള്ള റൂട്ട്സ് ഉണ്ടാവും, അതിനെ നമ്മൾ സെക്കൻഡറി റൂട്ട്സ് അല്ലെങ്കിൽ ടെറിഷറി റൂട്ട്സ് എന്ന് വിളിക്കും. ഇനി നമ്മുടെ ഫൈബ്രസ് റൂട്ട് സിസ്റ്റത്തിൽ, ഫൈബ്രസ് റൂട്ട് സിസ്റ്റത്തിൽ ഒരു മെയിൻ റൂട്ട് ഇല്ല. കണ്ടോ, ഡു നോട്ട് ഹാവ് മെയിൻ റൂട്ട് അല്ലെ, എല്ലാം സിമിലർ ആയിട്ടുള്ള റൂട്ട്സ് ആണ്. ഇതിനെയാണ് നമ്മൾ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ടാപ്പ് റൂട്ട്, എന്താണ് ഫൈബ്രസ് റൂട്ട് എന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. സോ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. അപ്പോൾ ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് ഇനിയുള്ള വീഡിയോസ് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സോ ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.